സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി തവനൂർ ഏരിയ കമ്മിറ്റി, അതിൻ്റെ CITUവിൻ്റെ ഏരിയ കമ്മിറ്റി തിരുനാവായയിലെ റെയിൽവേ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്ന നമ്മുടെ ഏരിയക്കകത്തിലെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലും മറ്റെല്ലാവിധ പ്രവർത്തനങ്ങളിലും ഈ വർഷക്കാലം വരുന്നതോടുകൂടി പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നന്നായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് CITU. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരോട് തിങ്ങി വരുന്ന പ്രദേശമായിട്ടുള്ള റെയിൽവേ ബുക്ക് ഷെഡിനെ ശുചീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ പ്രവർത്തനത്തിൽ ഇതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയും CITUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് രാംദാസാണ്. സഖാവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ യോഗത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ CITUവിൻ്റെ തവനൂർ ഏരിയ സെക്രട്ടറി സഖാവ് പ്രസാദാണ്. പ്രസാദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ ബാബുരാജ്, മറ്റ് CS തുടങ്ങിയിട്ടുള്ള സഖാക്കളും നമ്മുടെ യൂണിയൻ്റെ തന്നെ ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡൻറ്റും അതേപോലെ തന്നെ CITUവിൻ്റെ തവനൂർ ഏരിയ പ്രസിഡൻറ്റുമായിട്ടുള്ള സഖാവ് മോമാക്കുണ്ട്. മോമാക്കാണ് ഇതിൻ്റെ പതാക ഉയർത്തുന്ന പ്രായം കൂടിയ സഖാവ് എന്നുള്ള നിലക്ക് സഖാവിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സഖാവ് പ്രസാദിനെ. ഇന്ന് CITU സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്താകെ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുക. CITUവിൻ്റെ രൂപീകരണത്തിൻ്റെ 54-ാം വർഷമാണ് പിന്നിടുന്നത്. നമ്മൾ തവനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഗോവിന്ദ സഖാവ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ശുചീകരണവും, വൈകുന്നേരം തവനൂരിൽ പ്രകടനവും പൊതുയോഗവും നടക്കും. ആ പൊതുയോഗത്തിൽ CITUവിൻ്റെ പഴയകാല നേതാക്കന്മാരായിരുന്ന സഖാവ് CO അർമുഖൻ, K വേലായുധൻ എന്നിവരെ ആദരിക്കും. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സഖാവ് VP സെക്രട്ടറിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി തന്നെ 2-ാം തീയതി നമ്മൾ ഒരു ട്രേഡ് യൂണിയൻ പഠന ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് തിരുനാവായിലാണ്, നീള ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ തവനൂർ ഏരിയയിലും അതുപോലെ തന്നെ മറ്റ് ഏരിയകളിലും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും രാജ്യത്താകെ വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കുകയാണ്. നമ്മുടെ തവനൂർ ഏരിയയിലെ സ്ഥാപക ദിനാഘോഷത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇവിടെ പതാക ഉയർത്തുന്നത് CITUവിൻ്റെ ഏരിയ പ്രസിഡന്റും അതുപോലെ തൊഴിലാളി യൂണിയൻ്റെ ഏരിയ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മോമാക്കയാണ്. ആദ്യമായി പതാക ഉയർത്തുന്നതിന് വേണ്ടി മോമാക്ക ക്ഷണിച്ചു. जिंदाबाद CITU जिंदाबाद CITU जिंदाबाद CITU जिंदाबाद സ്ഥാപക ദിനം जिंदाबाद സ്ഥാപക ദിനം जिंदाबाद സ്ഥാപക ദിനം जिंदाबाद സ്ഥാപക ദിനം जिंदाबाद മെയ് 30 जिंदाबाद മെയ് 30 जिंदाबाद മെയ് 30 जिंदाबाद മെയ് 30 जिंदाबाद സ്ഥാപക ദിനം जिंदाबाद സ്ഥാപക ദിനം जिंदाबाद രക്തസാക്ഷികൾ जिंदाबाद രക്തസാക്ഷികൾ जिंदाबाद രക്തസാക്ഷികൾ जिंदाबाद രക്തസാക്ഷികൾ जिंदाबाद രക്തപതാക जिंदाबाद രക്തപതാക जिंदाबाद रक्तपताका जिंदाबाद रक्तपताका जिंदाबाद इनकलाब जिंदाबाद इनकलाब जिंदाबाद इनकलाब जिंदाबाद इनकलाब जिंदाबाद इनकलाब 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 जिंदाबाद इनकलाब 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 जिंदाबाद. നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ട് 54 വർഷം പൂർത്തിയാകുക. ഇന്ന് മുതൽ 55-ാം വർഷം. 1970 മെയ് 30-ാം തീയതി ഗോവയിലാണ് നമ്മൾ ആദ്യമായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ CITUക്കാരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 1970 മുൻപ് നമുക്ക് സംഘടന ഇല്ലേ എന്ന് പുതിയ ആളുകൾക്ക് സംശയം തോന്നാം. ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുൻപ് ഇന്ത്യ രാജ്യത്തിലെ AITUC എന്ന് പറയുന്ന സംഘടന നമ്മൾ രൂപീകരിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടനയാണ് AITUC. എല്ലാ തൊഴിലാളികളെയും കക്ഷി രാഷ്ട്രീയ ജാതി മത പ്രാദേശിക വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഇന്ത്യയിലെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനും ഇന്ത്യ രാജ്യത്തിലെ കൃഷിക്കാരെയും
ഇന്ത്യയിലെ ഗ്രാമീണരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനുമാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ AITUC രൂപീകരിച്ചത്. AITUCൻ്റെ പ്രവർത്തനവുമായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ AITUC അതിനിർണായകമായ ഒട്ടനവധി പങ്കുവഹിച്ചിട്ടുണ്ട്. ബോംബെയിൽ നടന്ന ടെക്സ്റ്റൈൽ തൊഴിലാളികൾ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ തൊഴിലാളി സംഘടനയായ AITUC ആയിരുന്നു. നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ രാജ്യത്തിലെ ഭരണകൂടത്തെ അന്നത്തെ AITUC നേതൃത്വം വിലയിരുത്തിയപ്പോൾ ഇനി തൊഴിലാളികൾക്ക് സമരവും പ്രക്ഷോഭവും ഒന്നും ആവശ്യമില്ല, ഇന്ത്യ രാജ്യം സ്വതന്ത്രമായിരിക്കുന്നു, ബ്രിട്ടീഷുകാരൻ രാജ്യം വിട്ടുപോയിരിക്കുന്നു, ഇനി എല്ലാ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളും ഒന്നാണ് എന്നാണ് AITUCയിലെ അന്നത്തെ സംഘടനാ നേതൃത്വം നമ്മളോട് പറഞ്ഞത്. നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് CITUവിന് നേതൃത്വ പദവിയിലേക്ക് ഉണ്ടായിരുന്ന സഖാക്കൾ നമ്മളെന്ന് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിലെ സ്വാതന്ത്ര്യം മാത്രമല്ല, ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഗ്രാമീണരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ഇന്ത്യ രാജ്യം കുത്തക മുതലാളിമാരുടെ നിയന്ത്രണത്തിൽ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യയിലുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്, പക്ഷെ അതിൻ്റെ നേതൃത്വം രാജ്യത്തെ കുത്തകകളുടെ താല്പര്യത്തിനാണ് പ്രവർത്തിക്കുന്നത്. അതിലകത്താണ് നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. പല പ്രക്ഷോഭ സമരങ്ങളെയും ആ കാലത്ത് AITUCയുടെ നേതൃത്വം വഞ്ചിക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന വിശേഷമുണ്ടായി. ഭരണകൂടവുമായി ചങ്ങാതിത്തം സ്ഥാപിക്കാനാണ് അവർ പ്രവർത്തിച്ചത്. വർഗ സഹകരണം എന്നാണ് ആ സഹകരണത്തെ നമ്മളന്ന് വിളിച്ചിരുന്നത്. അവസാനം AITUCക്കകത്തു നിന്ന് നിരവധി പ്രക്ഷോഭങ്ങൾ നാം നടത്തി. നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ പല പ്രക്ഷോഭങ്ങളെയും AITUC നേതൃത്വം തള്ളിപ്പറഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ്റുമായി അവർ പല രീതിയിലുള്ള ചങ്ങാതിത്തം സ്ഥാപിക്കുന്നു. തൊഴിലാളികളുടെ യഥാർത്ഥ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മുടെ സംഘടനക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ട് CITU രൂപീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിലേക്ക് പോയത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പോയത് CITU രൂപീകരിച്ച് 1970 മെയ് 30 നാം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിൽ നമുക്ക് മുൻപ് പ്രവർത്തിച്ചിരുന്ന 8 സംഘടനകളുണ്ട്. AITUC മാത്രമല്ല, INTUC ഉണ്ട്, BMS ഉണ്ട്, HMS ഉണ്ട്, UTUC ഉണ്ട്. ഇത്തരം സംഘടനകളെല്ലാം ചേർന്ന് നമുക്ക് നേരെ ഒരാക്ഷേപം ഉന്നയിച്ചു. CITU പിളർപ്പന്മാരുടെ സംഘടനയാണ്, തൊഴിലാളികളെ പുലർത്തുകയാണ് ഇവരുടെ ആവശ്യം, തൊഴിലാളികൾ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കാനാണ് ഈ CITU രൂപീകരിച്ചത്. ഇന്ത്യയിലെ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് CITUവിൻ്റെ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്കെതിരായി രൂക്ഷമായ ആക്ഷേപം ഉന്നയിച്ചു. നമുക്കെതിരായി ഭരണകൂടങ്ങളെ, കേന്ദ്ര ഗവൺമെൻറ്റിനെയും സംസ്ഥാന ഗവൺമെൻറ്റുകളെയും ഉപയോഗിച്ച് നമ്മുടെ തൊഴിലാളികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും അടിച്ചമർത്താൻ ആവശ്യമായ നിരവധി നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മളെന്തായാലും CITUവിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി. നമ്മളെന്ന് പറഞ്ഞത് ആദ്യമായി CITUവിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം കൽക്കത്തയിൽ യോഗം ചേർന്ന് ആ യോഗത്തിൽ CITUവിൻ്റെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് VTR അന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് CITU രൂപീകരിച്ചിരിക്കുന്നത് തൊഴിലാളികളുടെ വിപുലവും വ്യാപകവുമായ ഐക്യത്തിനു വേണ്ടിയാണ്. തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സംഘടന പ്രവർത്തിക്കും. ഈ സംഘടന ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെയും കുത്തക മുതലാളിമാരുടെയും താല്പര്യമല്ല, ഇന്ത്യയിലെ സാധാരണക്കാരായ കൃഷിക്കാരും തൊഴിലാളികളും തൊഴിലില്ലാത്തവരും അത്തരം ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക എന്ന് നമ്മുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മളെക്കുറിച്ച് എന്ന് അന്ന് പലർക്കും, ഞാൻ അന്ന് ഈ സംഘടനയിൽ അംഗത്വം എടുത്തോ ഇല്ലയോ എന്ന ഒരു കാലഘട്ടത്തിലുള്ളതാണ്, വിദ്യാർത്ഥി കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. നമുക്കൊക്കെ തന്നെ സംശയം തോന്നി. നമ്മൾ വേറൊരു സംഘടന രൂപീകരിച്ചിരിക്കുന്നു, തൊഴിലാളികൾ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കും. ഇന്ത്യയിലാകെ ഇപ്പോൾ കഴിഞ്ഞ 10-20 വർഷക്കാലമായി നടന്നു വരുന്ന, നിങ്ങളൊക്കെ നടത്തി വരുന്ന, ഞാനും നിങ്ങളൊക്കെ നടത്തി വരുന്ന ആഗോള നയങ്ങൾക്കെതിരായ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ ആരാണ് മുന്നിൽ? CITU ആണ് മുന്നിൽ. INTUC ആ നയത്തെ എതിർത്തപ്പോൾ BMS നമ്മളോടൊപ്പം ചേർന്ന് ശക്തമായി പ്രവർത്തിച്ചു. BJP ആ നയത്തെ അംഗീകരിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണകൂടം ഏറ്റെടുത്തപ്പോൾ BMS നമ്മളെ തള്ളിപ്പറഞ്ഞു, INTUC ഇതിലേക്ക് വന്നു. ഇന്ത്യയിലെ എല്ലാ
ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തുന്ന പ്രക്ഷോഭം, അവരെ ബാധിക്കുന്ന പ്രശ്നം, സ്ത്രീകളും വീട്ടമ്മമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭം അങ്ങനെ വിവിധ രാജ്യത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളും അവകാശങ്ങളും നമ്മുടെ താല്പര്യം മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ ജോലി എന്താ? ഇവിടെയുള്ള ഈ നിൽക്കുന്ന പലരുടെയും ജോലി ബാങ്കിൽ മറ്റു പലരുടെയും ജോലി അവരവർ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങളിലാണ്. പ്രസാദ് നമ്മുടെ സംഘടനയുടെ നേതാവാണ്. പ്രസാദ് ജോലി ചെയ്യുന്ന ബാങ്കിലെ കാര്യങ്ങളാണ് പ്രസാദ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത് മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യവ്യാപകമായി ക്ലീനിങ് എന്താ ക്ലീനിങ് രാജ്യത്ത് മാരകമായ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുകയാണ്. മാരകമായ രീതിയിലേക്ക് പോവുകയാണ്. ചിലർക്ക് പറയാം അതെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ചെയ്തു. സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യങ്ങളിലെല്ലാം ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയാവുന്ന കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. അവരുടെ നടപടികൾ സ്വീകരിക്കാം. ഇത്തരം പ്രദേശങ്ങളിലെല്ലാം ക്ലീനിങ്ങിന് ആവശ്യമായ പ്രവർത്തനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടെ സംസ്ഥാനം ചെയ്യേണ്ടതാണ്. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയാവുന്ന പരിമിതിക്കകത്ത് അവർ ചെയ്യാൻ ആവശ്യമായ നടപടികളുമായി അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. ഇത്തരം പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നു ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിൽ കൂടി തൊഴിലും കൂലിയും ആനുകൂല്യങ്ങളും ബോണസും മാത്രം പോരാ. ഈ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും രാജ്യത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യൻ്റെയും സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ CIT പ്രവർത്തിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ദിനാചരണങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് സഖാക്കളെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ദിനാചരണത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും യൂണിയൻ്റെ പേരിലും CIT ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ആളുകൾ പ്രയാസകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. 1-ാം തീയതി കഴിഞ്ഞാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടും. 4-ാം തീയതി അതിൻ്റെ റിസൾട്ട് പുറത്തു വരും. എന്തായിരിക്കും റിസൾട്ട് എന്ന് ഓരോരുത്തരും അവകാശവാദങ്ങൾ ഉന്നയിക്കുമെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് BJPയുടെയും സംഘപരിവാറിൻ്റെയും ഭരണകൂടത്തിനെതിരായ വിധി വരും എന്നാണ് നമ്മളിൽ വലിയ വിഭാഗം ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നതും ജനങ്ങൾ പ്രവർത്തിക്കൊണ്ടിരുന്നതും. അപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന വർഗീയ ശക്തികളായ BJPയെയും സംഘപരിവാറിനെയും പരാജയപ്പെടുത്തുക എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ലക്ഷ്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഇന്ത്യയിലെ CIT പോലുള്ള പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അതിനാവശ്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിന്റെ അവസാനഘട്ടം എന്ന് പറയാനാകുന്നേ ഉള്ളൂ. കേരളത്തിൽ നിങ്ങൾക്കറിയാം, അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ UDF ചെയ്തു പ്രവർത്തിച്ചത് ഇവിടെയുള്ള BJPയെയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനിരിക്കുന്ന BJPയെയും സഹായിക്കാൻ ആവശ്യമായ നടപടിയാണ് ഇവിടുത്തെ ലീഗ് ആലോചിക്കുന്നത്, ഇവിടുത്തെ കോൺഗ്രസ് ആലോചിക്കുന്നത്, അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത്. നമ്മൾ അതിനകത്തും ചാഞ്ചാട്ടമില്ലാതെ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, അത്തരം ആളുകളുടെ എല്ലാം പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന 4 തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് എന്തായിരുന്നാലും ശരി, ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ ഒരു ഗവൺമെന്റാണ് രാജ്യത്ത് രൂപപ്പെടുന്നതെങ്കിൽ നാം ഇപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, രാജ്യത്തെ വർഗീയ സാമുദായിക സംഘടന ശക്തിപ്പെടുത്താൻ സംഘപരിവാർ ശക്തികൾ അതിവേഗതയിൽ തെരുവിലേക്ക് ഇറങ്ങും. എന്നാൽ സംഘപരിവാർ ശക്തികൾക്ക് നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ അധികാരത്തിൽ കിട്ടാനൊരു അവസരമുണ്ടായാൽ അവരിപ്പോൾ നടപ്പാക്കുന്ന തൊഴിലാളി ദ്രോഹ ജനദ്രോഹ നടപടികൾ അതിശക്തിയായി നടപ്പാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ നടപ്പാക്കുമ്പോൾ ഇപ്പം നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുമോ എന്നൊന്നും നാം പ്രതീക്ഷിക്കേണ്ട. കോൺഗ്രസ് എവിടെ, ലീഗ് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അന്ന് അവരുടേതായ നിലപാടുകളും നടപടികളും അല്ലാതെ ഈ രാജ്യത്തിലെ സാധാരണക്കാരായ പ്രശ്നങ്ങളെ പരിഹാരമുണ്ടാക്കാൻ അവർ തയ്യാറാകില്ല. അതുകൊണ്ട് ജൂൺ 4 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിനെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഏതു രീതിയിൽ ശക്തിപ്പെടുത്തണം, ആ പ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ പുറത്തു വരുമ്പോൾ രാജ്യത്ത് സംഘർഷങ്ങളും സംഘടനകളും സൃഷ്ടിക്കാൻ കോൺഗ്രസും ലീഗും BJPയും പരിശ്രമിച്ചുകൂടായികയില്ല. കാരണം കേരളത്തിലെ LDF ഗവൺമെന്റിനെ നിർവീര്യമാക്കാൻ, ഇല്ലാതാക്കാൻ, കേരളത്തിൽ ഇതാ ആകെ തന്നെ സംഘടനകളിലേക്ക് പോകുന്നു എന്ന് പ്രചരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഇത്തരം പ്രചരണം അഴിച്ചുവിടാനും അവർ മുന്നോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും നല്ല രീതിയിൽ കരുതലോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാകണം. നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമുണ്ടാകാൻ കഴിയണം. പ്രദേശങ്ങളിലെല്ലാം സംഘടനകളും സംഘർഷങ്ങളും സൃഷ്ടിക്കപ്പെടാൻ വന്നാൽ അതിനെയെല്ലാം തടയാനും ഇല്ലായ്മ ചെയ്യാനും സംഘർഷകരുമായി ഏറ്റുമുട്ടാനല്ല, നല്ല രീതിയിൽ സമാധാനാന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ കൂടി ഞങ്ങൾ പങ്കാളികളാകാൻ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി നമ്മുടെ ഈ ക്ലീനിംഗ് പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. രാംദാസ് സഖാവ്, മുഹമ്മദ് പ്രസാദൻ, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾ
ഏരിയ കോർഡിനേഷൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് അവസാനിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനത്തിലേക്ക് പൊന്തടക്കം കൈക്കോട്ട് കാവലിന് വാങ്ങി അതെ അതെ നോക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണി